ചോക്ലേറ്റ് കവറാണ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് നെയിമും ഫോട്ടോസെല്ലാം വെച്ച് ചോക്ലേറ്റ് കവർ. അതിനുവേണ്ടി പിക്സാർട്ട് എടുത്തിട്ട് കാർട്ടൂൺ എഫക്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു എഫക്റ്റ് സെർച്ച് ചെയ്യുക. ഇപ്പം ഞാൻ എടുത്തോളം ഏതെങ്കിലും ഒരു എഫക്റ്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് ഫോട്ടോ ചൂസ് ചെയ്യാം. ഏത് ഫോട്ടോ ആണോ വേണ്ടത് ചൂസ് ചെയ്യാം. ക്രോപ്പെല്ലാം ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്, ക്രോപ്പെല്ലാം ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് അക്കൗണ്ട് ആ ഒരു തീം എന്താണോ വേണ്ടത് അത് കുറേ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാറ്റാം. ഞാനിപ്പോൾ ഫസ്റ്റ് വന്നത് തന്നെ എടുത്തിട്ട് സേവ് ചെയ്യുക ചെയ്തിട്ട്, എന്നിട്ട് നമുക്ക് അതായത് സേവ് ചെയ്യുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അങ്ങോട്ട് സെർച്ച് ചെയ്യുന്ന വരും. കുറേ സൈറ്റ് ഉണ്ട്, അതിലൊരു സൈറ്റ് എടുക്കുക. ഞാനൊക്കെ സേവ് ചെയ്യുന്ന അതിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കും. ഗാലറിയിൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിപ്പോവും. ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഒരു ബാക്കി ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാവും, അതങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. ആ ഒരു മാർക്ക് ചെയ്ത് എടുത്തിട്ട് ഇറേസ് ചെയ്ത് കളയാം. ബ്രഷിൻ്റെ സൈസ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഇതനുസരിച്ച് അത് ഇറേസ് ചെയ്തിട്ട് കളയാം. ഇതിങ്ങനെ ഒരു നല്ലൊരു ഇമേജ് ആയിട്ട് കിട്ടും. ഇത് സേവ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സേവ് ചെയ്ത് കൊടുക്കാതിന് ശേഷം നമുക്ക് ക്യാൻവ ആപ്പ് എടുക്കാനുണ്ട്. ക്യാൻവ ആപ്പ് എടുത്തിട്ട് ഇങ്ങനെയാണ് ഹോം പേജിൽ പ്ലസ് അമർത്തിയിട്ട് നമുക്ക് അവർ ഏത് പേജ് വേണ്ട അത് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സ്പ്ലാഷ് ഒക്കെ കൊടുക്കാം. സ്പ്ലാഷ് ഒന്ന് എലമെൻറ്റ്സിലൂടെ സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ചെയ്തത് ഒരു രസമില്ല, അതുകൊണ്ട് ഒരു വേറൊരു എഫക്റ്റ് എടുക്കാം. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്കത് ഫേസ് കോട്ടിങ് വർക്ക് ചെയ്യണം. ഇതിപ്പോൾ ലെയർ ബാക്ക് ആയിട്ടുള്ള അതിൻ്റെ ലെയറും ഫ്രണ്ടിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ്റെ താഴെ ഉണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഏതാ ഫോണ്ടിൽ വേണ്ടത് അതിനനുസരിച്ച് ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാം. വേണമെങ്കിൽ ഇതേപോലെ ടെക്സ്റ്റ് നമുക്ക് എടുക്കുന്നതിനാണ് കുറേ ഫോണ്ട് ഉണ്ട്, അതെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ ഏതാ ഫോണ്ട് വേണ്ട അതെടുക്കാം. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ അയാൾ കുട്ടിൻ്റെ പേര് കൊടുക്കുക. ആരതാണ് കപ്പിളും ചെയ്യാം, സിംഗിളായിട്ട്. അതേപോലെ ആർക്കായാലും ഇങ്ങനെ ചെയ്യാം. ചോക്ലേറ്റ് കവറിൽ ഇങ്ങനെ ഇപ്പോൾ കാർട്ടൂൺ അല്ലാതെയും വേറെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് എല്ലാ വിധത്തിലും ചെയ്യാൻ കഴിയും. ഇത് ഇങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമുക്കൊരു ന്യൂ പേജ് എടുക്കാം. ക്രിയേറ്റീവ് ഡിസൈൻ ഒരു ന്യൂ പേജ് എടുത്തിട്ട് A3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്ത് ന്യൂ പേജ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്യാമറ താഴെ ഓപ്ഷൻ ക്യാമറയിൽ നിന്നൊരു ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കണമല്ലോ, എത്ര എണ്ണമാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു A3 ഷീറ്റ് 399 വെക്കാൻ കഴിയും. ഞാൻ കാർഡെങ്കിലും ആക്കാം. കാർഡിൽ ഈ സ്റ്റിക്കർ എന്താണ് ചോക്ലേറ്റ് കവർ നമുക്ക് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. 3 ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് സേവ് ചെയ്തെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് കവർ റെഡിയായിട്ട് ഇങ്ങനെ പ്രിൻ്റെല്ലാം എടുത്ത് ചോക്ലേറ്റ് സെറ്റാക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.